Good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എവിടെ വരെ എടുത്തിരുന്നു? ഇനി ഓൺലൈൻ സെക്യൂരിറ്റി അല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, അവിടെ വരെ ക്ലിയർ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ഓൺലൈൻ സെക്യൂരിറ്റി. ഇപ്പൊ നമുക്കറിയാം ഓൺലൈൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് ത്രെറ്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഭീഷണികളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പൊ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേമുകളാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ് ഓൺലൈൻ സെക്യൂരിറ്റി. ഇവിടെ ഓൺലൈൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വല് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ത്രെറ്റുകൾ അല്ലെങ്കിൽ ഭീഷണികളുണ്ട്. അതൊക്കെയാണ് ഇനി പറയുന്നത്. നോക്കിയേ, ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് refers to numerous risks and vulnerabilities that can compromise the security of individuals, organization and systems when using the internet. അപ്പൊ ഇവിടെ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് അല്ലെങ്കിൽ ഒരു ഭീഷണി എന്ന് പറയുന്നത് എന്താണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? refers to numerous risk, അതായത് നിരവധി അപകട സാധ്യതകൾ, അതും അല്ലെങ്കിൽ vulnerabilities that can compromise the security of individual. ഒരു ഇൻഡിവിജ്വൽ, അതായത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിവിജ്വലിന്റെയോ ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെയോ സെക്യൂരിറ്റിയിൽ ഒരു വീഴ്ച വരുമ്പോൾ ആ വീഴ്ച വരുന്നതിനെയാണ് ശരിക്കും ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തിനു വേണ്ടി? അവർക്ക് എന്തെങ്കിലും ആ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകട സാധ്യതകൾ ചിലപ്പോ അതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം. അല്ലെങ്കിൽ വൾനറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആക്രമിക്കപ്പെടാനുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാവാം. അവരുടെ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു പഴുതാണെങ്കിൽ പോലും അതിലൂടെ എന്ത് ചെയ്യാം? മറ്റുള്ള ആളുകൾ അതിലൂടെ ഒരു അനുകൂലമല്ലാത്ത രീതിയിൽ അതിൽ കടന്നു കയറാനും. സൗണ്ട് കുറവുണ്ടോ? ഒരാൾക്ക് മാത്രമാണോ തോന്നുന്നേ? സൗണ്ട് ഓക്കെ ആണ്. ഓക്കെ, ഇപ്പൊ നെറ്റ് ഇഷ്യൂ ആണ് കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി നിന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഭീഷണി അല്ലെ? അതായത് നമുക്ക് എന്തെങ്കിലും നിരവധി അപകട സാധ്യതകൾ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വൾനറബിലിറ്റീസ്, അതായത് ആക്രമിക്കപ്പെടാനിടയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാം. അതായത് ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിവിജ്വലോ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റവുമായി ബന്ധപ്പെട്ടോ നമുക്ക് സെക്യൂരിറ്റിയിൽ എന്തെങ്കിലും വീഴ്ച വരുന്നതിനെയാണ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നതെല്ലാം കോമൺ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകളാണ്. കുറച്ച് കോമൺ ആയിട്ടുള്ള ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും കേട്ടോ. അതിൽ ഒന്നാമത്തതാണ് മാൽവെയർ. കേട്ടിട്ടുണ്ടോ? മാൽവെയർസ് നമ്മൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറില്ലേ, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാറില്ലേ നമ്മുടെ കമ്പ്യൂട്ടറിൽ, അല്ലെങ്കിൽ അല്ലേ ചെയ്യാറില്ലേ? ഇവിടെ എന്താണ് മാൽവെയർ എന്ന് പറഞ്ഞാൽ? is a short for malicious software. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മാൽവെയർ എന്തിന്റെ ഷോർട്ട് ഫോം ആയിട്ടാ പറയുന്നത്? നമ്മുടെ malicious software എന്നാണ് ശരിക്കും അതിന്റെ ഫുൾ ഫോം. അതിനെ ഷോർട്ട് ചെയ്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മാൽവെയർ. ചോദിക്കാറുണ്ട് കേട്ടോ, അതൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ളതാണ്. malicious സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആണ് മാൽവെയർ എന്നറിയപ്പെടുന്നത്. and it consists of viruses, worms, ട്രോജൻസ്, റാൻസംവെയർസ് ആൻഡ് സ്പൈവെയർസ്. ഇതെല്ലാം ഇതുപോലെ മാൽവെയർസ് തന്നെയാണ്. പല ടൈപ്പിൽ പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. നമ്മൾ പല രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസിനെയൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പലതരത്തിലുള്ള മാൽവെയർസ് ആണ് വൈറസുകള്, വേംസ്, ട്രോജൻസ്, റാൻസംവെയർ, സ്പൈവെയർസ് ഒക്കെ. അപ്പൊ ചോദിക്കാം, ഒരു മാൽവെയർസിന്റെ
Their malware is outlined to damage or attain unauthorized entry to a system, steal insensitive information, or damage normal computer operation. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് എന്താണ് അതിൽ ഇൻക്ലൂഡഡ് ആയി, അല്ലെങ്കിൽ ഒരു വൈറസ് അവിടെ കമ്പ്യൂട്ടറിൽ വന്ന എന്ത് പറ്റാ, എന്താണ് പറ്റുന്നത്? വൈറസ് വന്നെങ്കിൽ എന്താണ് പറ്റുന്നത്? കമ്പ്യൂട്ടറിൽ സംഭവിക്കാം അല്ലെ, കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ഡാമേജ് സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സോ കാര്യങ്ങളിലോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി, എന്താണ് അംഗീകൃതമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവേശനം നടത്താം. അതിലൂടെ നമ്മുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ, നമ്മുടെ തന്ത്രപരമായിട്ടുള്ള നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പല ഇൻഫർമേഷൻസും ചിലപ്പോൾ ഇവര് മോഷ്ടിക്കാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യാം? ഡാമേജ് ചെയ്യാം. ഒരു മാൽവെയർ എന്ന് പറയുമ്പോൾ ഷോർട്ട് ഫോം ആയിട്ട് മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ്. ഇതിൽ ഉൾപ്പെടുന്നവയാണ് വൈറസുകൾ, വേർംസ്, ട്രോജൻസ്, റാൻസംവെയർ ആൻഡ് സ്പൈവെയർസ്. മാൽവെയർ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഡാമേജ്, അതായത് നമ്മുടെ സിസ്റ്റത്തിനെ ഒന്നില്ലെങ്കിൽ അത് ഡാമേജ് വരുത്തുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്കൊക്കെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി, നമ്മൾ അനുവദിക്കാത്ത അല്ലെങ്കിൽ അംഗീകൃതമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവേശനം നടത്തുകയും അതിലൂടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിന്റെ നല്ല നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഡാമേജ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മോഷ്ടിക്കപ്പെടുകയും ചെയ്യാം. ക്ലിയർ ആണോ മാൽവെയർ? ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തേതാണ് ഫിഷിംഗ്. ഫിഷിംഗ് പേര് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേര് ഫെമിലിയർ അല്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും കേട്ടോ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ the fishing involves deceitful attempt to deceive users into providing sensitive information like passwords, credit card details or personal data. അതായത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് അറ്റാക്സ് ഓഫൻ ടേക്ക് ദ ഫോം ഓഫ് ഡിസെപ്റ്റീവ് ഇമെയിൽസ്. നമ്മൾ ഇപ്പോ ഫോൺ കോളുകൾ വിളിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരു കോൾ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കേട്ടിട്ടല്ലേ കോള് കണക്ട് ആവുന്നേ? എന്ത് മെസ്സേജ് കേൾക്കാറ്? നമ്മൾ ഗവൺമെന്റ് തരുന്ന ഒരു മെസ്സേജ് കേൾക്കാറില്ലേ? കേൾക്കാറുണ്ടോ? എന്താ ആ ഒരു മെസ്സേജിൽ പറയുന്നേ? എന്താ പറയുന്നേ? ഇതില് പറയുന്നുണ്ടോ? അതില് പോലീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒക്കെ ഒരു കോളുകൾ അല്ലെ, അങ്ങനെയുള്ളവരാണ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കോളുകളോ മെസ്സേജുകളോ അല്ലെങ്കിൽ ഇമെയിൽസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിലൊന്നും പോയി തലവെക്കാൻ പാടില്ല എന്നല്ല പറയുന്നേ അല്ലെ. അതിലൊക്കെ വിശ്വസിക്കുന്നത് വഞ്ചിതരാവാതിരിക്കുക എന്നാണ് ആ ഒരു മെസ്സേജ് കൊണ്ട് നമ്മളോട് സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇതും ഇത് തന്നെയാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാല് ഒരു ഉപയോക്താവിനെ അല്ലെങ്കിൽ ഒരു ഉപയോക്താക്കളെ എന്ത് ചെയ്യുന്നു? കബളിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫിഷിംഗ്. അതായത് ഡെസീറ്റ്ഫുൾ അറ്റംപ്റ്റ്, കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ വഞ്ചനാപരമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. ഉപഭോക്താവിന് എന്ത് ചെയ്യുന്നു? അങ്ങനെ വഞ്ചനാപരമായിട്ടുള്ള അല്ലെങ്കിൽ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ സുപ്രധാനമായിട്ടുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആയിട്ടുള്ള പാസ്വേഡോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പേഴ്സണൽ ഡേറ്റാസോ ഒക്കെ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കി എടുക്കുന്നതിനെ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കി എടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സോ ഫിഷിംഗ് അറ്റാക്സ് ഓഫൻ ടേക്ക് ദ ഫോം ഓഫ് ഡിസെപ്റ്റീവ് ഇമെയിൽസ്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും, അതായത് ഇപ്പൊ ഒരു ലെജിറ്റിമേറ്റ് നോക്കി വെബ്സൈറ്റ് or messages that imitate legitimate entries എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള പല സ്ഥാപനങ്ങളെയും അനുകരിക്കുന്ന രീതിയിൽ, ഇപ്പൊ ഒരു ബാങ്കിൽ നിന്ന് വരുന്ന പോലെയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് വരുന്ന പോലെയാവാം അല്ലെ. അങ്ങനെ അതേപോലെ തന്നെ അനുകരിക്കുന്ന രീതിയിലുള്ള ഇമെയിലുകളോ വെബ്സൈറ്റുകളോ മെസ്സേജുകളോ ഈ യൂസറിലേക്ക് കൊടുക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെയാവാം. എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരിക്കലും ഒരു സംശയം തോന്നാത്ത രീതിയിലാണ് അവരത് അനുകരിക്കുക. ആണല്ലോ അല്ലെ? ഒരിക്കലും നമുക്ക് സംശയം തോന്നില്ല അത് അവിടെ നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫേക്ക് വെബ്സൈറ്റ് ആയിരിക്കാം, പക്ഷെ നമുക്കത് ശരിക്കും ഒറിജിനൽ വെബ്സൈറ്റ് പോലെ തന്നെയായിരിക്കും തോന്നുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇമെയിലുകളോ വെബ്സൈറ്റുകളിലൂടെയുള്ള എന്തെങ്കിലും ലിങ്കുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഒരു യൂസർ എന്ത് ചെയ്യും? അതാണ് ശരിയായിട്ടുള്ളൊരു മെസ്സേജ് ആണെന്ന് വിശ്വസിക്കുകയും ആ ലിങ്കുകളിലൂടെ കയറുകയും tricking users into revealing their information, അവരുടെ ഇൻഫർമേഷൻസ് ഇവര് ചോർത്തിയെടുക്കുകയും ചെയ്യും.
ക്ലിയർ ആണോ? ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പല രീതിയിൽ കബളിപ്പിച്ചുകൊണ്ട് ഒരാളുടെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഇമെയിലുകളിലൂടെ ആവാം, അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലോ മെസ്സേജുകളിലൂടെയോ അങ്ങനെ ഏത് രീതിയിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നു. അവരിൽ നിന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻസ് ആയിട്ടുള്ള പാസ്വേഡുകളോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പേഴ്സണൽ ഡേറ്റാസോ കാര്യങ്ങളോ എല്ലാം മോഷ്ടിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് ഓക്കെ ആണോ? ഓക്കെ. മൂന്നാമത്തത് ഐഡന്റിറ്റി തെഫ്റ്റ്. എന്താണ് ഒരു ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുമ്പോൾ? Identity theft happens when someone acquires and uses another person's personal information such as social security number, credit card details or login credentials without their permission. അതായത് ഇവിടെ ഒരു ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ആ വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ അവരെന്ത് ചെയ്യുന്നു? മറ്റേ ഒരാളത് എന്ത് ചെയ്യുന്നില്ല, എന്താണ് അനുവദിച്ചു കൊടുത്തിട്ടല്ല അവരത് ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ എന്ത് ചെയ്യുന്നു വിവരങ്ങള്, ഇപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ, ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ആധാർ, അതുപോലെ തന്നെ നമ്മുടെ വോട്ടേഴ്സ് ഐഡന്റിറ്റി നമ്പർ അല്ലേ, അതൊക്കെ പാൻ കാർഡ് നമ്പർ, അങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകളിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ലോഗിൻ ക്രെഡൻഷ്യൽസ്, ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ടിലേക്കുള്ള യൂസർ ഐ ഡി പാസ്വേഡ് മുതലായവ അതൊക്കെ മറ്റൊരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഒരാൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. FB ഒക്കെ ഹാക്ക് ആകുന്നുണ്ട് അല്ലെ? അത് ശരിയാണ് കേട്ടോ. ദിസ് ക്യാൻ എൻഡ് ഇൻ ഫിനാൻഷ്യൽ ലോസ്. അപ്പൊ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി തെഫ്റ്റ് നടന്നാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതുവഴി നമുക്ക് എന്തുണ്ടാവും? സംഭവിക്കാം, അവരുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെ? ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? അവരുടെ പ്രധാനപ്പെട്ട പല അക്കൗണ്ടുകളിലേക്കും ഇവര് അനുവാദമില്ലാതെ പ്രവേശിക്കാനും ഈ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഹാക്കാക്കി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളൊക്കെ ഹാക്കാക്കുന്നത് പോലെ അല്ലെ, അങ്ങനെ അവരുടെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകളിലേക്കൊക്കെ പ്രവേശിക്കാനും അതിലേക്ക് എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താനും ഡാമേജ് ടു ആൻ ഇൻഡിവിജ്വൽസ് റെപ്യൂട്ടേഷൻ, ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയെ വരെയും ഡാമേജ് ചെയ്യാനും ഇത് ഇടയാക്കുന്നു. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അതായത് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നില്ല, ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ലഭ്യമാക്കുക, അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് മറ്റേയാളുടെ പെർമിഷൻ ഇല്ലാതെയാണ് അത് ചെയ്യുന്നത്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇവർ ലഭ്യമാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ആ ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം, അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇതുവരെ അംഗീകൃതമല്ലാത്ത രീതിയിൽ പ്രവേശിക്കാം. അതിലൂടെ അവരുടെ ആ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയെ വരെയും ഡാമേജ് ആക്കാം. പേരാണോ ഐഡന്റിറ്റി തെഫ്റ്റ്? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഡേറ്റ ബ്രീച്ചസ്. ഡേറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞാല് include unauthorized entry to sensitive information like personal record, financial data, or intellectual property, normally through hacking or exploiting vulnerabilities in systems or networks. ഇത് ശരിക്കും ഹാക്കിംഗ് മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഡേറ്റ ബ്രീച്ച് ഹാക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ ഡേറ്റ ആവാം, അല്ലെങ്കിൽ പേഴ്സണൽ റെക്കോർഡുകളാവാം, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആവാം. അതുപോലെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ആ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിന്റെ ആ ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അപകട സാധ്യത, ഇപ്പൊ ചില സിസ്റ്റത്തിൽ അത്ര സെക്യൂരിറ്റി കാര്യങ്ങളോ കൊടുക്കാതെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഏത് വഴിയിലൂടെ ഇവർക്ക് കയറാൻ പറ്റുമോ ആ ചെറിയൊരു ലുഭോടെങ്കിൽ അവർക്കുണ്ടെങ്കിൽ അതിലൂടെ കയറി ഇവരെന്ത് ചെയ്യുന്നു, ഒരു സ്ഥാപനത്തിന്റെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യക്തിയുടെ ആവാം, അവരുടെ പേഴ്സണൽ റെക്കോർഡുകളാവാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ഡേറ്റ ആവാം അല്ലെ, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട മറ്റ് പ്രോപ്പർട്ടീസ് ആവാം. എന്താണ് മൂവിയുടെ പേരൊക്കെ ഇടുന്നത്? ട്രേഡ് സീക്രട്ടുകൾ എടുക്കുന്നു അല്ലെ? ശരിയാണ്. നമ്മുടെ ഫിലിംസിലൊക്കെ കണ്ടു കാണും നിങ്ങൾ അല്ലെ? ഇത് ശരിക്കും ഹാക്ക് ചെയ്തെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിലോ എന്തെങ്കിലും കേടുപാടുകളോ ചെറിയ രീതിയിലുള്ള കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു വഴി മനസ്സിലാക്കി ഇവരെന്ത് ചെയ്യുന്നു, ആ ഡേറ്റാസ് ഹാക്ക് ചെയ്തെടുക്കുകയും പിന്നെ ഒരു ഡേറ്റ ഹാക്ക് ചെയ്തെടുത്തിട്ട് ഇവരെന്ത് ചെയ്യും, നമ്മളോട് അവർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും അതുവഴി അല്ലെ? ആ റെപ്യൂട്ടേഷണൽ ഡാമേജ്, അവരുടെ പ്രശസ്തിയെ എന്ത് ചെയ്യും, ഡാമേജ് വരുത്താം. ആ കോംപ്രമൈസ്ഡ് പ്രൈവസി,
എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഒരു ഡേറ്റ അവര് എന്ത് ചെയ്തു, എടുത്തു എന്ന് വിചാരിക്കാം. അവര് ആ ഹാക്കേഴ്സ് എന്ത് ചെയ്യും? ഹാക്കേഴ്സ് എന്താ ചെയ്യുന്നത്? ഇവരുമായിട്ട് വിലപേശൽ നടത്തും. ചെയ്യാറുണ്ടോ? അതെന്തുകൊണ്ടാണ്? അപ്പൊ ഇത്ര രൂപയ്ക്ക് അല്ലെ വിലപേശൽ നടത്തും. അപ്പൊ അവര് കോംപ്രമൈസ്ഡ് പ്രൈവസി, അവരുടെ പ്രൈവസിയിൽ ഒരു കോംപ്രമൈസ് ഇവര് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡേറ്റാസോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ റെക്കോർഡുകളോ മുതലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഇവർ അനുവാദമില്ലാതെ അതിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ ആ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസിനെ ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനോ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ സംഭവിക്കാം, അവരുടെ റെപ്യൂട്ടേഷനെ അത് ഡാമേജ് ചെയ്യാം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രൈവസിയിൽ അവര് ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരാൻ ചെയ്യും. ക്ലിയർ ആണോ ഡേറ്റ ബ്രീച്ചസ്? ഓക്കെ, അടുത്തതാണ് മാൻ മിഡിൽ അറ്റാക്ക്. MIT, അതായത് MIT എന്നാണ് ഷോർട്ട് ആയിട്ട് പറയുന്നത്. മാനിങ് the middle attack. But MIT attacks or manning the middle attacks include intercepting and changing communication between two parties without their knowledge. അതായത് രണ്ടുപേര് കമ്മ്യൂണിക്കേഷൻ നടത്താണ്. അവര് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനിടയിൽ അവരറിയാതെ അതിലെന്തെങ്കിലും തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരികയോ ചെയ്യുന്നതിനെയാണ് man in the middle attack എന്ന് പറയുന്നത്. That attacks can overhear, modify or inject spiteful content into the communication. അവർ നടത്തുന്ന ആ ഒരു ആശയവിനിമയത്തില് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നടത്തുന്നു, അല്ലെങ്കിൽ സ്പൈറ്റ്ഫുൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് മോശമാക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു കണ്ടന്റ് അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്ത് ചെയ്യുന്നു, ഇൻജക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അത് അവരറിയുന്ന ആ രണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുകളത് അറിയുന്നില്ല, അല്ലാതെ പുറത്തു നിന്ന ഒരു വ്യക്തിയാണ് അത് ചെയ്തു കൊടുക്കുന്നത്. സോ പൊട്ടൻഷ്യലി കോംപ്രമൈസിംഗ് ദ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഓർ ഹാൻഡ്ലിംഗ് ദ എക്സ്ചേഞ്ച്. ഇവിടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസോ ഫിലിംസിലൊക്കെ ഉണ്ടല്ലോ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ആവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോരുത്തരും ഓരോ മൂവി കണ്ട് ഇതിനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അതൊന്ന് റിമൈൻഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഓരോന്നും പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ അത് പിന്നെയും എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴും അത് ഇന്നതാണ് ഇതൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ആ മൂവിയുടെ ഇത് ഓർമ്മ വരുമ്പോൾ എഴുതാൻ പറ്റും കേട്ടോ. മാനിങ് ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് വ്യക്തികളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, അതിനിടയിൽ മറ്റൊരു അതായത് അവരറിയാതെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ കൊണ്ടുവരുന്നു. അതിനനുസരിച്ച് ചിലപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ മോഡിഫിക്കേഷൻസ് വരുത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും വെറുപ്പുളവാക്കുന്നതോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസോ കണ്ടന്റോ ഒക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തിയൊക്കെ നൽകുന്നതിനെയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിലൂടെ അവരുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസിനെയും അതുപോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇവരെന്ത് ചെയ്യും, വളരെ അപകടകരമായ രീതിയിൽ തന്നെ അത് കലാശിച്ചേക്കാം. അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുകൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ രീതിയിൽ ബാധിച്ചേക്കാം. പിന്നെ ഓർഗനൈസേഷൻസ് തമ്മിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അവരുടെ ആ ഒരു നല്ല റിലേഷൻഷിപ്പിനെ ബാധിക്കാനും അവരുടെ ആ ഒരു ഇൻഫർമേഷൻസ് തമ്മിലുള്ള കാര്യങ്ങളുടെ ഒരു കോംപ്രമൈസിങ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വന്നേക്കാം. ക്ലിയർ ആണോ? മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് അതിന്റെ ഷോർട്ട് ഫോം ഒന്ന് നോക്കി വെക്കണം കേട്ടോ. മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഷോർട്ട് ഫോം നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പാസ്വേഡ് അറ്റാക്ക്. Password attack aim to attain unauthorized entry into accounts by cracking or bypassing the password security. So password attack എന്ന് പറഞ്ഞാൽ അറിയാലോ, പാസ്വേഡോ അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഒക്കെ ക്രാക്ക് ചെയ്ത് ആ ഒരു എന്ത് ചെയ്യുന്നു, അവര് അംഗീകൃതമല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ശരിക്കും പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. Common technique consists of brute force attack, dictionary attack, and credential stuffing, and where attackers use stolen or leaked password from other sources to attain unauthorized access. ഇവിടെ എന്താണ് ഈ ഒരു പാസ്വേഡ് അറ്റാക്ക് ചെയ്യുന്ന ആ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവർ പല മെത്തേഡുകളിലും പല ടെക്നിക്കുകളിലൂടെയാണ് ഈ പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്നത്. അതായത് ഒന്നാമത്തതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അതായത് ഇവര് കുറെ അധികം പാസ്വേഡ് അതായത് യോജിച്ച രീതിയിലുള്ള കുറെ പാസ്വേഡുകളൊക്കെ എന്ത് ചെയ്യും, ട്രൈ ചെയ്ത് നോക്കും. ചിലത് തെറ്റാവാം, ചിലത് എന്ത് ചെയ്യാം
ഓക്കെ ആവാം അല്ലെ. ഇപ്പൊ ഒരു സാധാരണക്കാരൊക്കെ ആണെങ്കിൽ അവർ അങ്ങനെയുള്ള എളുപ്പത്തിലുള്ള പാസ്വേഡ് ഒക്കെ എഴുതുള്ളൂ അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും, ട്രൈ ചെയ്ത് നോക്കും. ചിലപ്പോ അവരെന്ത് ചെയ്യാം, ഓക്കെ ആവാം, ചിലപ്പോ അതിലൂടെ എറർ വന്നേക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മെത്തേഡ് ഇവർ ചെയ്ത് നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ലിസ്റ്റ് ഓഫ് കോമൺ വേർഡ്സും ഫ്രേസസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കും, ഇവരെന്ത് ചെയ്ത് നോക്കും, ട്രൈ ചെയ്ത് നോക്കുന്നതിനെ, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് ഡിക്ഷണറി അറ്റാക്ക്. ഇപ്പൊ ചില ഇതിനൊക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന കുറെ ഡിക്ഷണറിയിലെ വേർഡ്സും അതുപോലെ തന്നെ നമ്പേഴ്സും ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഒരു സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ അതറിയാൻ പറ്റും. അത് അവർ കോമൺ ആയിട്ട് ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമൊക്കെ അവരുടെ പാസ്വേഡുകളിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ഉണ്ട് വീക്ക് പാസ്വേഡ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഹാക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്, ഓപ്പൺ ചെയ്ത് അവർക്ക് അതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രിഡൻഷ്യൽ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളും ഒക്കെ മറ്റെവിടെ നിന്നെങ്കിലും അവർ മോഷിച്ച് അതെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, അത് ചെയ്തു കൊടുത്ത് അതിലേക്ക് അംഗീകൃതമായിട്ട് കയറുന്നു. നമ്മളോട് എപ്പോഴും പറയാറുണ്ട് അല്ലെ, ഇപ്പൊ എന്താണ് വളരെ സെക്യൂർഡ് അല്ലാത്ത വെബ്സൈറ്റുകളിലേക്കോ ലിങ്കുകളിലേക്കോ ഒന്നും പോകരുത്. അപ്പൊ അതിലൂടെയൊക്കെ നമ്മുടെ യൂസർ ഐഡിയോ പാസ്വേഡുകളോ കാര്യങ്ങളോ ഒക്കെ അവിടെ സെക്യൂർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ മോഷ്ടിക്കപ്പെടാനും പാസ്വേഡ് ഒക്കെ ലീക്ക് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ ഈ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ അംഗീകാരമില്ലാതെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിലേക്ക് പ്രവേശിക്കാനും നമ്മുടെ പാസ്വേഡ് ഇല്ലാതെ തന്നെ നമ്മൾ കൊടുക്കുന്നതിന് പകരം അവർ അതിനനുസരിച്ച് ലീക്ക് ആയിട്ടുള്ള പാസ്വേഡോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട പാസ്വേഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അവർക്ക് ആ ഒരു എന്ത് ചെയ്യാം, അക്കൗണ്ടിലേക്ക് അംഗീകൃതമല്ലാത്ത രീതിയിൽ പ്രവേശിക്കുന്നതിനെയാണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പാസ്വേഡ് അറ്റാക്ക്? ഓക്കെ, അടുത്തതാണ് ഇൻസൈഡർ ത്രെറ്റ്. ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ means risk posed by individual within an organization who have organized entry into systems or sensitive data, and these threats can rise from spiteful intent, negligence or unthinking actions that compromise security. എന്നുവെച്ചാൽ എന്താ ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് അത് ആ ഒരു ഭീഷണി മുഴക്കുന്നത്? ആരായിരിക്കും? ആ അല്ലെ, ആ ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ഇൻഡിവിജ്വൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു അപകട സാധ്യതയാണ് എന്നായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതെ, ആ ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാഫ് തന്നെ ഒരു ബാങ്കിലെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശസ്തമായിട്ടുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള സ്റ്റാഫുകൾ, അതെ, അതിനുള്ളിലുള്ള ജീവനക്കാര് തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ സംവിധാനം, അവർക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റിവിറ്റിയിലേക്ക് പ്രവേശനം ഉണ്ടാവാം. കാരണം അവരുടെ സ്റ്റാഫുകൾക്ക് അതിനുള്ള പാസ്വേഡും കാര്യങ്ങളും ഓൾറെഡി ആ കമ്പനി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അവർക്ക് അത് അംഗീകൃതമായിട്ട് അവർക്ക് എൻട്രി ചെയ്യാം. അതിൽ ഇവരെന്തെങ്കിലും തിരിമറികൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും തെറ്റായ രീതിയിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അശ്രദ്ധ മൂലം വരുന്നതായിരിക്കാം. അൺതിങ്കിങ് ആക്ഷൻസ്, അതായത് ചിന്തിക്കാതെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മൂലമാവാം കോംപ്രമൈസ് സെക്യൂരിറ്റി. അപ്പൊ അവിടെ ആ ഒരു സെക്യൂരിറ്റിയിൽ വീഴ്ചകൾ വരാം. മനസ്സിലായോ? ഇൻസൈഡർ ത്രെറ്റ് എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിനുള്ളിലുള്ള ജീവനക്കാരായിരിക്കും. അവർക്ക് ഈ പറയുന്ന ഒരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ അംഗീകാരമുണ്ട്, അവർക്ക് പ്രവേശിക്കാൻ അംഗീകാരമുണ്ട്. എന്നാൽ മൈ ബോസ് ഭൂമിയിൽ ശരിയാണ് കേട്ടോ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവരുടെ അശ്രദ്ധ മൂലം വരുന്നതാവാം, ചിലപ്പോൾ അവരുടെ ചിന്തിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ മൂലം വരുന്നതാവും, ചിലപ്പോൾ അവർ മനഃപൂർവ്വം അവരെന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമാവാം. ക്ലിയർ ആണോ ഇൻസൈഡർ ത്രെറ്റ്? ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്. ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മുടെ ഒരു വൈഫൈ തുറന്നു കഴിഞ്ഞാല് ഒരുപാട് വൈഫൈ കണക്ഷൻസിന്റെ നമ്മുടെ ഏരിയയിലുള്ള നമ്മുടെ ആ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് വൈഫൈ കണക്ഷൻസിന് ഇത് വരും അല്ലെ. ഒരാളിൽ അതിൽ ചിലതൊക്കെ ഓപ്പൺ ആയിരിക്കും, പബ്ലിക് വൈഫൈസ് ഒക്കെ ഉണ്ടാവും. അതല്ലാതെയും പല ഇൻഡിവിജ്വൽസിന്റെയും ഓപ്പൺ ആയിട്ടുള്ള വൈഫൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് ഇല്ലാതെയും നമുക്ക് അത് ചെയ്യാൻ പറ്റും ഇല്ലേ. മുൻപൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു അല്ലെ. നമുക്ക് ഇത്രയും ഇന്റർനെറ്റും
നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതിൽ നിന്നൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അൺസെക്യൂർഡ് ആയിട്ടുള്ള വൈഫൈ നെറ്റ്വർക്കുകളിൽ നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്താൽ യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്സ് ക്യാൻ റിവീൽ യൂസേഴ്സ് ടു റിസ്ക് ലൈക്ക് ഡേറ്റ ഇന്റർസെപ്ഷൻ. ഡേറ്റാസിൽ എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കാം, അൺഓതറൈസ്ഡ് എൻട്രി, ഇതുപോലെ നമ്മുടെ പാസ്വേഡുകളോ കാര്യങ്ങളോ ഒക്കെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് അനധികൃതമായിട്ടുള്ള പ്രവേശനങ്ങൾ നടത്താം. അൺമാനിങ് ദ മെയിൻ അറ്റാക്ക് അല്ലേ? അപ്പൊ മറ്റൊരാൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും വളരെ സ്പൈഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഇൻജെക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അൺസെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പബ്ലിക് വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത് വഴി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്കുണ്ടായേക്കാം. സോ attackers can snatch network traffic and capture sensitive information passed through this network. ഈ ഒരു നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്ത് വിടുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് ട്രാഫിക്കിങ്ങിലൂടെ അറ്റാക്കേഴ്സ് അത് എന്ത് ചെയ്യുന്നു, അത് എടുക്കുകയും to mitigate online security threat. അപ്പൊ ഇങ്ങനെയുള്ള ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകൾ വരുന്നത് എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഒന്നില്ലെങ്കിൽ അൺസെക്യൂർഡ് നമ്മുടെ സെക്യൂരിറ്റിയുടെ കുറവ് മൂലമാണ് അല്ലെ? വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊബൈലോ ആണെങ്കിൽ ഇത് പറ്റില്ല. അതല്ലാതെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ലിങ്ക് കാണുന്നു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വൈഫൈ നെറ്റ്വർക്ക് പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും, അത് കണക്ട് ആക്കും അല്ലെ? കണക്ട് ആക്കാമല്ലേ? അത്രയും നേരം നമുക്ക് ആ വൈഫൈ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കണക്ട് ആക്കാം. പക്ഷെ ഇതിന്റെ പിന്നിലും ഇങ്ങനെയുള്ള ഡേറ്റാസ് ചിലപ്പോൾ നമ്മുടെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇതുപോലെ ഹാക്കേഴ്സ് വന്ന് നമ്മുടെ ഫോണോ അല്ലെങ്കിൽ സിസ്റ്റംസോ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാൻമെയ്ഡ് അറ്റാക്സോ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇനി പറയുന്നത് ടു മിറ്റിഗേറ്റ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്. ഈ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകളെ ഒരു പരിധി വരെ നമുക്ക് ലഘൂകരിക്കണമെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ടു അഡോപ്റ്റ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസ് ലൈക്ക് യൂസിങ് സ്ട്രോങ് ആൻഡ് യൂണിക് പാസ്വേഡ് അല്ലെ? സെക്യൂരിറ്റി നല്ല രീതിയിൽ ഉറപ്പുവരുത്തണം. അതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള യൂണിക് പാസ്വേഡുകൾ ഇടുക. നിങ്ങൾ ഇടാറുണ്ടോ? സ്ട്രോങ് ആയിട്ടുള്ള യൂണിക് പാസ്വേഡുകൾ ഇടാറുണ്ടോ? ഇല്ല. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ഓർത്തെടുക്കാനും ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള പാസ്വേഡ് നമ്മൾ ഇടുക അല്ലെ? ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുകളാവാം, അല്ലെങ്കിൽ നമ്മുടെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം അല്ലെ? എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള പാസ്വേഡുകളല്ലേ ചൂസ് ചെയ്യാറ്. അത് തന്നെ 1 2 3 4 5 അല്ലെങ്കിൽ നേരെ തിരിച്ച് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പാസ്വേഡുകളാണ് യൂസ് ചെയ്യാറ് അല്ലെ? അപ്പൊ ഇവിടെ എപ്പോഴും നമ്മുടെ ഒരു സെക്യൂരിറ്റി ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ എപ്പോഴും നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് ഇടുക. അത് ഏതൊരു അക്കൗണ്ട് ആയിക്കോട്ടെ കേട്ടോ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യുന്ന ഏതൊരു അക്കൗണ്ട് ആണെങ്കിലും നമ്മൾ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പാസ്വേഡ്, അതായത് ആർക്കും മനസ്സിലാവാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്ത് ചെയ്യുക, പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് നെസസറി ദെൻ അടുത്തത് പറയുന്നത് ഫ്രീക്വന്റ്ലി അപ്ഡേറ്റിംഗ് സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ. സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, പതിവായിട്ടത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേഷൻസ് വരാറില്ലേ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സെക്യൂരിറ്റിയും വരും ഉയരും കേട്ടോ. അങ്ങനെയുള്ള അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് two-factor authentication, being cautious of doubtful email or links. അതുപോലെ തന്നെ two-factor authentications ചെയ്യുക. ഇപ്പൊ ഒരു ഇമെയിൽ വന്നു അല്ലെങ്കിൽ ഒരു ലിങ്ക് വന്നു, അതിലപ്പോ ഓടി കയറിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അത് കണക്ട് ആവാറില്ല, അല്ലെങ്കിൽ കയറി പോവല്ല ചെയ്യേണ്ടത്. ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ശരിയായ സ്ഥലത്ത് നിന്ന് വന്നതാണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് അത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അതിൽ എന്ത് ചെയ്യുക, പ്രവേശിക്കുക. കീപ്പിംഗ് അവെയർ ഓഫ് കറന്റ് സെക്യൂരിറ്റി സ്റ്റേറ്റ്. ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഭീഷണികൾ എന്താണ്, അത് കൃത്യമായിട്ട് അതിനൊരു അവയർനെസ് നമുക്ക് വേണം. ആ ഒരു അവയർനെസ് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോൺ ചെയ്യുമ്പോൾ ആ ഒരു മെസ്സേജ് നമുക്ക് കേൾക്കുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഇതുപോലെ പല കാര്യങ്ങൾ വഴി ഒരുപാട് പണവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുവഴി എത്രയോ പേര് ആത്മഹത്യകളൊക്കെ ചെയ്ത് നമ്മുടെ കേസുകളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു സെക്യൂരിറ്റിയിലുള്ള നമുക്ക് ആ ഒരു ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ.
ആൻഡ് കീപ്പിംഗ് ഇൻ ദാറ്റ് പറയുന്നത് എംപ്ലോയിങ് ഡിപ്പെൻഡബിൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ. ഇപ്പൊ നമുക്ക് ഇപ്പോഴും നല്ല സെക്യൂരിറ്റി ഉള്ള സോഫ്റ്റ്വെയറുകളെ ഡിപ്പെൻഡ് ചെയ്യുക. ഫ്രീക്വന്റ് ബാക്കപ്പ് ഡേറ്റയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കുക. ഇൻഫോർംഡ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രാക്ടീസുകൾ എന്നീ രീതികൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അറിയുകയും അതിനനുസരിച്ച് നമ്മുടെ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റുകളിൽ നിന്നും നമ്മുടെ സിസ്റ്റത്തിനെയും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസിനെയും എന്ത് ചെയ്യുക, സേഫ് ആക്കി വെക്കുകയും ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അതിൽ 8 എണ്ണവും നിങ്ങൾ നോക്കണം കേട്ടോ. 8 എണ്ണവും ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. ഇത് ഏതിൽ വരുന്നു? ഒരു പേര് ഇപ്പൊ ഒരു ഐഡന്റിറ്റി തെഫ്റ്റ് ചോദിച്ചാൽ അതെന്താണ് എന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുപോലെ ഒരു ഇൻസൈഡർ ത്രെഡ് എന്താണ്, ത്രെഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരിക്കലും ബൈഹാർട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഫിലിംസിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ ഓരോ ഫിലിംസും ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇന്നതാണ്, അത് ഇന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോവില്ല. എപ്പൊ നിങ്ങൾ ചോദിച്ചാലും ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും അല്ലെ? മറ്റെല്ലാ ചാപ്റ്റേഴ്സ് ഇപ്പൊ റണ്ണിങ് അല്ലേ, എടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, ഇപ്പൊ ചാപ്റ്റർ 9 ആണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നൊന്ന് മനസ്സിലായില്ലേ? ആ പേരിൽ നിന്ന്, ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവില്ലേ? എന്താണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ? അവിടെ വരുന്ന രോഗികളുടെ സംതൃപ്തി കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള മെച്ചപ്പെടുത്തൽ നടത്തുകയും ചെയ്യുക എന്നതാണ് ആ ഒരു ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്രത്തോളം ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന കെയർ, നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, ഇവയിലെല്ലാം ഓരോ പേഷ്യൻസും എല്ലാ വശം, ഹോസ്പിറ്റലിന്റെ എല്ലാ വശവും പരിചരണം മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും ആ ഒരു പേഷ്യന്റിന് കിട്ടുന്ന സർവീസുകള് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അത് വിലയിരുത്തുന്നു, നിരീക്ഷിക്കുന്നു. അതിലൂടെ പേഷ്യൻസിന് ഏതൊക്കെ സ്ഥലങ്ങളിലാണോ സാറ്റിസ്ഫൈഡ് ആവാത്ത ഏരിയാസ് ഉള്ളത്, ആ ഏരിയാസിനെ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനുവേണ്ടി ഏതൊക്കെ രീതികൾ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇനി പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് വന്നാൽ എങ്ങനെ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ പറ്റും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ അതിലൊരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കും കേട്ടോ. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്കറിയാവുന്ന, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നറിയാലോ? വരുന്ന പേഷ്യൻസിന്റെ സംതൃപ്തിയാണ്. അപ്പൊ ആ സംതൃപ്തി കിട്ടാൻ, അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി എന്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കി, ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് the patient satisfaction is a comparative phenomenon which has been around since 1960s, but active research on the topic was started in the late 1970s and early 1980s. So patients in the satisfaction അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് it's a comparative phenomenon, ഇതൊരു താരതമ്യ പ്രതിഭാസമാണ്. ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന രോഗികളുടെ സംതൃപ്തി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 1960 മുതൽ നിലവിലുണ്ട്. എന്നാൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സജീവമായിട്ടുള്ള ഒരു റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം 1970കളുടെ അവസാനവും അതുപോലെ തന്നെ 1980കളുടെ ആദ്യ കാലഘട്ടത്തിലുമാണ് കൂടുതൽ നടന്നിരിക്കുന്നത്. So this lead to the substitution of the data of quantity of life by the more patient-centered concept of quality of life.
അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് അല്ല, ഈ രോഗികളുടെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അളവല്ല നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിന് മറിച്ച് ഈ ഒരു റിസർച്ചുകളിലൂടെ നമുക്ക് കുറച്ചും കൂടി പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള, രോഗികളെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതിന് പകരം വരികയുണ്ടായി. അതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ നിലവാരം. ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ജീവിത നിലവാരത്തെയാണ് കൂടുതലും പേഷ്യന്റ് സെന്റേർഡ് ആയിട്ട് ഈ ഒരു റിസർച്ചുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ് ദ പേഷ്യൻസ് പെർസീവ്ഡ് റിക്വയർമെന്റ്. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ രോഗികളുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ദ പേഷ്യൻസ് പെർസീവ്ഡ് റിക്വയർമെന്റ്, അതായത് പേഷ്യൻസിന്റെ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ആവശ്യകതകളാണ് അവർക്കുള്ളത്, അല്ലെ? രോഗികളുടെ ആവശ്യകതകൾ തിരിച്ചറിയുക. ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ദ ഹെൽത്ത് സിസ്റ്റം, ആ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്നും അവരെന്താണ് പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കുക. ആ എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ, ആ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാ പറയുന്നേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ഉൾപ്പെടുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ സംതൃപ്തി, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സർവീസുകൾ നമുക്ക് കിട്ടണം, വേണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയല്ലേ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എങ്ങനെയാ? നമ്മുടെ ആവശ്യകതകൾക്കനുസരിച്ചുള്ള ഒരു സർവീസ് കിട്ടണം, അല്ലെ? നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു സർവീസ് ആയിരിക്കണം. സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഇവിടെ ഓക്കെ ആണല്ലോ? എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ രോഗികളുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നതാണ് പേഷ്യൻസ് പെർസീവ്ഡ് റിക്വയർമെന്റ്. രോഗികൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മനസ്സിലാക്കുക, അല്ലെ? അപ്പൊ പേഷ്യൻസിനെ എപ്പോഴും നമ്മൾ സംതൃപ്തമായി സാറ്റിസ്ഫൈഡ് ആക്കി നിർത്തണമെങ്കിൽ ആ ഒരു സ്ഥാപനം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണിത്, അല്ലെ? ഇപ്പൊ എന്തൊക്കെയാ വരുന്ന പേഷ്യൻസിന് എന്തൊക്കെയാണോ ആവശ്യകതകൾ അത് മനസ്സിലാക്കണം, വേണ്ടേ? എക്സ്പെക്ടേഷൻ ഫ്രം ദ ഹെൽത്ത് സിസ്റ്റം, അവരെന്താണോ ആ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്ന്, ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യ പരിചരണ സംവിധാനത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള സർവീസുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു ഹെൽത്ത് കെയറിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മികച്ചതായിരിക്കും, അല്ലെ? അപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ആ ഹോസ്പിറ്റലുകാര് നമ്മളെ പ്രതീക്ഷിച്ച രീതിയിലുള്ള സർവീസുകൾ കിട്ടുന്നു, നമ്മുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സർവീസ് തരുമ്പോഴല്ലേ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് മികച്ചതാവുന്നത്, ആണോ? അല്ലെ? അപ്പൊ അതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നു? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി നിലനിർത്തുന്നതിൽ ഉൾപ്പെടുന്നു. ദിസ് മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് consist of both medical and non-medical aspects of health care. ഇതൊരിക്കലും നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ മാത്രമല്ല സംതൃപ്തി ഉണ്ടാകുന്നത്, അത് മാത്രമല്ല നോൺ മെഡിക്കൽ വശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന പരിചരണമോ ട്രീറ്റ്മെന്റോ മാത്രം നമ്മൾ ഉദ്ദേശിക്കരുത്. ആ ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിൽ നിന്നും ആ ഒരു പേഷ്യന്റിന് കിട്ടുന്ന സർവീസുകള് അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന് ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകളാണ് ശരിക്കും അതിലൂടെ, ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് പേഷ്യൻസിന്റെ സംതൃപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു താരതമ്യ പ്രതിഭാസമാണ്. അപ്പൊ അതില് ഇത് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് 1960 തന്നെ നിലവിലുണ്ട്. എന്നാൽ പോലും അത് കുറച്ചുകൂടി സജീവമായിട്ടുള്ള ഒരു ഗവേഷണ വിഷയമായി മുന്നോട്ട് വന്നത് 1970കളുടെ അവസാനത്തിലും 1980കളുടെ ആദ്യ കാലഘട്ടങ്ങളിലുമായിരുന്നു. സോ ഇങ്ങനെയുള്ള റിസർച്ചുകൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിന്റെ ഒരു ക്വാണ്ടിറ്റി ഓഫ് ലൈഫിന് പകരം നമ്മുടെ ഈ ഒരു റിസർച്ചുകളിലൂടെ കുറച്ചുകൂടി പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള രോഗികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് വന്നത്. അതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ നിലവാരം എന്നുള്ളൊരു ടോപ്പിക്കിലേക്കാണ് ഇതിന്റെ അവസാനം എത്തിയത്. അതായത് ഈ ഒരു പേഷ്യൻസ്, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും അവരെ കേന്ദ്രീകൃതമായിട്ടുള്ള പരിചരണങ്ങളും സംവിധാനങ്ങളുമാണ് നമ്മൾ
കൊടുക്കേണ്ടത്. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? വരുന്ന ഓരോ രോഗികളുടെയും ആവശ്യകതകൾ എന്താണെന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ അത് എന്താണോ ഈ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് തിരിച്ചറിയണം. അതിലൂടെയൊക്കെ നല്ല സർവീസുകൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ആ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് അവരുടെ അനുഭവം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ശരിക്കും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ രോഗികളുടെ സംതൃപ്തി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്, ബഹുമുഖങ്ങളുള്ള ഒരു ആശയമാണ്. ഇതിൽ ഒരിക്കലും മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഉൾപ്പെടുത്തുന്നത്, നോൺ മെഡിക്കൽ പരമായിട്ടുള്ള വശങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നാൽ അവർക്ക് കിട്ടുന്ന മെഡിക്കൽ പരമായിട്ടുള്ള സർവീസുകളും കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ എല്ലാ വശങ്ങളിൽ നിന്നും അവർക്ക് എങ്ങനെയാണോ കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സർവീസുകളും കിട്ടുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതിനെ ആശ്രയിച്ചാണ് ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നിലനിൽക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ഓക്കെ. രണ്ടാമത് പറയുന്നത് the patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. അതായത് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുന്ന് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും ആ ഒരു പേഷ്യന്റിന് കിട്ടുന്ന ആരോഗ്യ പരിചരണം, ആ ഒരു ആരോഗ്യ പരിചരണത്തിൽ അവർ എത്രത്തോളം ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ നിലവാരം അല്ലെങ്കിൽ എത്രത്തോളം അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അല്ലെങ്കിൽ അവർ ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ കൊടുത്ത ആ ആരോഗ്യ പരിചരണത്തിൽ ആ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്ന ഒരു മെഷറാണ് അല്ലെങ്കിൽ ഒരു അളവിനെയാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റ് നല്ല രീതിയിൽ സംതൃപ്തമാവണമെങ്കിൽ അവർക്ക് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുമ്പോഴാണ് ആ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത്, അല്ലെ? ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പരിചരണം ഒരു പേഷ്യന്റിന് കിട്ടുമ്പോൾ ആ പേഷ്യന്റ് ആ ഒരു ആരോഗ്യ പരിചരണത്തിൽ എത്രത്തോളം സംതൃപ്തിയുള്ളതാണ് എന്ന് നിശ്ചയിക്കുന്ന ഒരു അളവിനെയാണ് patient satisfaction എന്ന് പറയുന്നത്. So patient satisfaction is concerned with how the patient assess the quality of their health care experience. അപ്പൊ ഇവരുടെ ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയറിൽ ചെന്നിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് അവരുടെ സർവീസുകൾ, അവര് നമുക്ക് തന്നിരിക്കുന്ന കെയർ, അവർ നമുക്ക് തന്നിരിക്കുന്ന സർവീസുകൾ മുതലായവരുടെ ക്വാളിറ്റി എങ്ങനെയാണ് ഒരു പേഷ്യന്റ് വിലയിരുത്തുന്നത് എന്നതാണ് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആശങ്ക. കാരണം ഓരോ പേഷ്യൻസിനും ഒരു സർവീസ്, ഓരോ സർവീസുമായി ബന്ധപ്പെട്ട് പല എക്സ്പെക്ടേഷൻസ് ആയിരിക്കും ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് പലർക്കും കിട്ടുന്ന എക്സ്പീരിയൻസുകളിലും വ്യത്യാസമുണ്ടാകും. അപ്പൊ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് അവർക്ക് എങ്ങനെയാണ് അവർക്ക് ആ ഒരു പേഷ്യന്റിന് അവർക്കുണ്ടായ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത് എന്നത് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട വലിയൊരു ആശങ്കയാണ്. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ബീങ് ഇവാലുവേറ്റഡ് in surveys of healthcare setting. ഇപ്പൊ നമുക്ക് ഈ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ് മേഖലയിൽ ആവശ്യമായിട്ടുള്ള സർവേകളിലൂടെയാണ് നമുക്കിത് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കണ്ടെത്താൻ സാധിക്കുന്നത്. ആസ് എ മാർക്കർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ, മേക്കർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ. അപ്പൊ ഇവിടെ ഈ ഒരു ക്വാളിറ്റി ഓഫ് കെയർ മേക്കർ എന്ന നിലയിൽ ആ ഹോസ്പിറ്റലിന് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നതിലൂടെ എന്ത് കാര്യങ്ങളാണ് മനസ്സിലാവാം? ആ ഒരു പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ കൊടുക്കുന്നതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മനസ്സിലാവും, അല്ലെ? ഈ ഒരു സർവേ നടത്തുന്നത് കൊണ്ടാണ് കേട്ടോ. ആ ഒരു സർവേ നടത്തുന്നതിലൂടെ പേഷ്യൻസ് എല്ലാ കാര്യങ്ങളിലും സാറ്റിസ്ഫൈഡ് ആണോ, സംതൃപ്തരാണോ എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ടുഗദർ വിത്ത് അതർ ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി ലൈക്ക് അസസ് റെലവൻസ് റിക്വയർമെന്റ്സ്, ഈ ഒരു സർവീസിലേക്ക് അവരുടെ പ്രവേശനം, അതുപോലെ അവരുടെ ആവശ്യകതകളുടെ പ്രസക്തി, അതുപോലെ അവരുടെ സർവീസുകൾ കൊടുക്കുന്നതുമായി
ബന്ധപ്പെട്ട സർവീസുകളുടെ കാര്യക്ഷമത, ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു, ഇതെല്ലാം നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാവും. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മെഷർ ഓഫ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ പേഷ്യന്റ് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഹെൽത്ത് കെയർ വിച്ച് ദേ ഗോട്ട് ഫ്രം ദിയർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ആരോഗ്യ പരിചരണത്തിൽ ആ പേഷ്യന്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ സംതൃപ്തരാണ് എന്ന് നിശ്ചയിക്കുന്ന ഒരു അളവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? ഇനി രണ്ടാമത് പറഞ്ഞത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആശങ്കയുണർത്തുന്ന, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു കാര്യമാണ് പേഷ്യൻസ് ഇപ്പൊ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് ഉണ്ടാവുന്ന അനുഭവം, അതായത് അവിടുത്തെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അവരുടെ സർവീസുകളുമായി ബന്ധപ്പെട്ട ഗുണനിലവാരം എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള ക്വാളിറ്റിയെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസ് വഴി അവര് എങ്ങനെയായിരിക്കും വിലയിരുത്തുക എന്നത് എപ്പോഴും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശങ്കയാണ്. സോ ഇത് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആണോ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്താം. അങ്ങനെ സർവേകൾ നടത്തുന്നതിലൂടെ ആ ക്വാളിറ്റി കെയർ മേക്ക് ചെയ്യുന്ന ആളുകൾ, ആ ഹെൽത്ത് ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക്, ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവരവിടെ കൊടുക്കുന്ന സർവീസുകളുടെ ഗുണനിലവാരം മനസ്സിലാക്കാൻ പറ്റും. അതിലേക്കുള്ള പേഷ്യൻസിന്റെ ലഭ്യത എത്രത്തോളം ഉണ്ട്, പേഷ്യൻസിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള പ്രസക്തിയിലാണോ നമ്മൾ ആ സർവീസുകൾ കൊടുക്കുന്നത്, വളരെ കാര്യക്ഷമമായിട്ടാണോ കൊടുക്കുന്നത്, അതിന് ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ 2 പാരഗ്രാഫ് പറഞ്ഞു. അതില് ഒന്നാമത്തേതിൽ നിങ്ങൾ നോക്കിയത് ഇതൊരു കമ്പാരിറ്റീവ് ഫിനോമിനോൺ ആണ്. അതുപോലെ തന്നെ ഇത് ക്വാണ്ടിറ്റി ഓഫ് ലൈഫിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് ആയി മാറും. അത് രണ്ടൊന്ന് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫില് ഫസ്റ്റ് പോയിന്റ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ മെഷർ ഓഫ് the extent to which a patient is satisfied with the health care which they got from their health care provider. അവിടെ വരും. അത് അണ്ടർലൈൻ ചെയ്തില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? രണ്ട് പാരഗ്രാഫ്, നെക്സ്റ്റ് പാരഗ്രാഫ് ഇത് കൂട്ടെ സർ. ഓക്കെ, patient satisfaction is a vital metric to scale overall health care quality. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട മൊത്തത്തിൽ അതിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ടെന്ന് മൊത്തത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു സുപ്രധാന അളവാണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കുക എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട സർവേകളിലൂടെ നമുക്ക് മനസ്സിലാവില്ലേ ആ ഒരു സ്ഥാപനത്തിൽ കൊടുക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട്, ആ സ്ഥാപനം കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിലുള്ള ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ നമുക്ക്? ഇതൊരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു അളവായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സഹായത്തോടുകൂടി കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് രോഗിയുടെ സംതൃപ്തി നമുക്ക് അളക്കാൻ പറ്റും. ആൻഡ് എൻഹാൻസിങ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അച്ചീവ്ഡ്. അതുപോലെ പേഷ്യൻസിന്റെ ആ ഒരു അനുഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വളരെ മികച്ചതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെച്ചപ്പെടുത്തലുകളും നമുക്ക് ഇതിലൂടെ നടത്താൻ സാധിക്കും. സോ ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, സർവേ നടത്തുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു എഫേർട്ട് ഉള്ള ഒരു കാര്യമാണോ? ഒരുപാട് എഫേർട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല, അല്ലെ? മറ്റുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സർവേ നടത്തുന്ന അത്ര വലിയ നമുക്ക് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അധികം എഫേർട്ടുകൾ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ ഫീഡ്ബാക്കുകൾ ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും. So, the patient satisfaction was evaluated by a questionnaire. പിന്നെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ നടത്തുമ്പോൾ സർവേകൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ക്വസ്റ്റ്യനെയർസ് ഉണ്ടാവും, ചോദ്യാവലികൾ ഉണ്ടാവും. ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ സർവേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ചോദ്യാവലികൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർസ് ഉണ്ടാവും, അല്ലെ? And developed with people with rather
information about the time spent at appointment. ഇതില് കുറെ അധികം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇതിന് ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. വെരി ഗുഡ് ആണോ, എക്സലന്റ് ആണോ, അങ്ങനെയൊക്കെയുള്ള കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ആ പേഷ്യന്റിനാണ് അത് കൊടുക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. ആ പേഷ്യൻസിൽ നിന്ന് അവരുടെ എന്ത് ചെയ്യുന്നു, അവരുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർ എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് കോസ്റ്റ് ചിലവായിട്ടുണ്ടോ, അതുപോലെ ഈ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവരുടെ ധാരണകൾ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ഓരോരോ മേഖലയിലും ഓരോരോ സർവീസുകൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് ചോദിക്കും കേട്ടോ. അപ്പൊ ആ ഒരു സർവീസുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ധാരണ എങ്ങനെയാണ്, നല്ല ക്വാളിറ്റിയിലാണോ അവരവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണോ, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ ആണ് ശരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൂടെ അവർ കൃത്യമായിട്ട് അതിനൊരു റിപ്ലൈ അല്ലെങ്കിൽ അതിനുള്ള ഒരു ആൻസർ തരികയും ആ ആൻസറുകൾ നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് അതിലൂടെ കളക്ട് ചെയ്യാനും സാധിക്കുന്നു. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും ആ ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാനും ആവശ്യമായിട്ട് അത് നല്ല പേഷ്യൻസിന് നല്ലൊരു അനുഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള മെച്ചപ്പെടുത്തലുകൾ നമുക്ക് അവിടെ നടത്താൻ സാധിക്കുന്നു. ഇറ്റ്സ് എ വാല്യുബിൾ ടൂൾ ഫോർ ക്യാച്ചിങ് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. ഒരുപാട് എഫേർട്ടുകൾ എടുക്കാതെ നമുക്ക് പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ ഇതിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുമ്പോൾ അതിനുവേണ്ടി നമ്മൾ പേഷ്യൻസിന് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി നൽകുന്നു. ആ ക്വസ്റ്റ്യനെയറിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനിപ്പോ എത്ര സമയം അവർ അപ്പോയിന്റ്മെന്റുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, ട്രാവൽ കോസ്റ്റ് എത്രത്തോളമായി, ഇനി ആ ഒരു ക്വാളിറ്റി ഓഫ് സർവീസുകളുമായി ബന്ധപ്പെട്ട അവരുടെ ധാരണകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് അവർക്ക് ആ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സർവീസ് വഴി അവർക്ക് കിട്ടിയത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യനെയർസ് അവിടെയുള്ള പേഷ്യൻസിന് കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ആൻസേഴ്സിലൂടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും എടുക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ആ ഒരു പാരഗ്രാഫ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് patient satisfaction surveys are a vital way to scale how your patient feel about their experience with your practice. അതായത് ഒരു ഹോസ്പിറ്റലിൽ നൽകുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നൽകുന്ന സർവീസുകളില് ആ ഒരു പേഷ്യന്റിന് എത്രത്തോളം അനുഭവം ആ ഒരു സർവീസ് വഴി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, അതായത് പേഷ്യൻസിന് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന സർവീസുകളിലൂടെ ആ പേഷ്യൻസിന് എത്രത്തോളം ഫീൽ ഉണ്ടായി നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ തോന്നാം, ചിലപ്പോൾ മോശമായിട്ടും ഫീൽ ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റിന് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് ആ ഒരു പ്രാക്ടീസുമായി ബന്ധപ്പെട്ടുണ്ടായത്, അതിനെ അളക്കുന്ന ഒരു സുപ്രധാന മെഷറാണ് ശരിക്കും ഈ സർവേ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഒരു പേഷ്യന്റ്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്നു നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ more probable to recommend your practice to others. നമ്മൾ എന്ത് പറയും, മറ്റുള്ളവരോട് അത് റെക്കമെൻഡ് ചെയ്യില്ലേ, ശുപാർശ ചെയ്യില്ലേ ആ ഒരു സ്ഥാപനത്തെ? ചെയ്യാറുണ്ടോ? നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് നല്ല സർവീസുകൾ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ളവരോട് ശുപാർശ ചെയ്യാം അല്ലെ. ആ എന്താണ് ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്. കംപ്ലൈന്റുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള സാധ്യതയും കുറവായിരിക്കും. ആണല്ലോ. രണ്ട് കാര്യങ്ങളാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവര് മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിനെ റെക്കമെൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ കംപ്ലൈന്റുകൾ ഫയൽ ചെയ്യുന്നത് കുറവുമായിരിക്കും. ആണല്ലോ. ഇനി patient satisfaction is considered as one of the most important parameter of quality. അപ്പൊ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ളൊരു പാരാമീറ്റർ അല്ലെങ്കിൽ നമുക്കൊരു കണക്കാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ശരിക്കും patient satisfaction ചെയ്യുക എന്ന് പറയുന്നത്. ഇതിലൂടെ ആ ഒരു സർവീസ് അവിടെ കൊടുക്കുന്ന എല്ലാ സർവീസുകളുടെയും കൃത്യമായിട്ടുള്ള ഗുണനിലവാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അളക്കാനായിട്ട് ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. സോ ദ മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതായത് റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം, അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ നമുക്കത് ഉപയോഗിക്കാം, പ്ലാനിങ് പലതരത്തിലുള്ള പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പൊ പേഷ്യൻസിന്റെ ഒക്കെ ആവശ്യകതകൾ മനസ്സിലാക്കി ഏതൊക്കെ മേഖലയിലാണോ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് അങ്ങനെയുള്ള മേഖലകൾ കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ആസൂത്രണങ്ങൾ ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം, റിസർച്ചുകൾ നടത്താം. ഇതെല്ലാം ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നതിലൂടെയാണ് സാധിക്കുന്നത്. ഇത്രയും വരെ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം പോലെ പറയുന്നതാണ് കേട്ടോ. നിങ്ങൾ ആദ്യം എന്താണത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കാൻ, അത് കഴിഞ്ഞാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഒരു ഒന്നും കൂടി ഒന്ന് പറഞ്ഞു വെച്ചിട്ട് എൻഡ് ചെയ്യാം കേട്ടോ. ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ. നോക്കിയേ, ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ക്ലയന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഡിസിസീവ് ഇൻഡെക്സ് ഫോർ അസർട്ടൈനിങ് ദ ക്വാളിറ്റി സർവീസ് ആൻഡ് ദ വേ ഇൻ വിച്ച് ദേ ആർ ഗിവൺ ബൈ മെഡിക്കൽ സ്റ്റാഫ്. ആ ഒരു ഹോസ്പിറ്റലിൽ നൽകുന്ന ക്വാളിറ്റി ഓഫ് സർവീസ്, സർവീസുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ദ വേ ഇൻ വിച്ച് ദേ ആർ ഗിവൺ ബൈ മെഡിക്കൽ സ്റ്റാഫ്, ആ ഒരു മെഡിക്കൽ സ്റ്റാഫ് അത് ഏത് രീതിയിലാണ് അത് നൽകിയത്, ഇല്ലേ? അപ്പൊ നല്ല സർവീസുകളാണ് അവർ തരുന്നതെങ്കിൽ, ഇപ്പൊ നല്ലൊരു സർവീസ് ആണ് നമുക്ക് കിട്ടുന്നത്, പക്ഷെ അത് തരുന്ന ആളുകൾ നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിലോ നമുക്കത് ഇഷ്ടപ്പെടുമോ? ഇല്ല, അല്ലെ? ചിലപ്പോ ഒരു മെത്തേഡ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കോ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള മെഷീൻസോ കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അത് ചെയ്യുന്ന ആളുകളുടെ രീതി കൂടി നമ്മളെ ബാധിക്കും, ഇല്ലേ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് അവരുടെ മരുന്നുകളും ട്രീറ്റ്മെന്റും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ തോന്നുന്നത്, പക്ഷെ അത് തരുന്ന ആ ഒരു നേഴ്സോ കാര്യങ്ങളോ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയില്ലെങ്കിലോ നമുക്കത് ഇഷ്ടമാവോ? നമ്മളത് സാറ്റിസ്ഫൈഡ് ആവോ? ഇല്ല, അല്ലെ? ഇവിടെ എപ്പോഴും ഒരു ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഒരു നിർണായകമായിട്ടുള്ള ഒരു സൂചനയാണ്. ഫോർ അസർട്ടൈനിങ് ദ ക്വാളിറ്റി, അവര് കൊടുക്കുന്ന ഒരു സ്ഥാപനം കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ മെഡിക്കൽ സ്റ്റാഫ് ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ് ഇത് കൊടുക്കുന്നത് എന്നും നമുക്ക് ഇതിലൂടെ നിർണ്ണയിക്കാൻ സാധിക്കും. സോ നോക്കി, സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ഫിസിഷ്യൻ. അപ്പൊ ഫിസിഷ്യനുമായി ബന്ധപ്പെട്ട സംതൃപ്തിയാവാം. ഫിസിഷ്യൻസ് എങ്ങനെയാണ് ഇവരോട് പെരുമാറുന്നത്, അതിന്റെ സംതൃപ്തി. നഴ്സസ് ആയിക്കോട്ടെ, എക്യുപ്മെന്റുകളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കൊടുക്കുന്ന ഫുഡ് സർവീസുകളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ. ദീസ് ആർ ദ മെയിൻ ഡിറ്റർമിനൻസ് ഓഫ് ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യന്റ്. ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് മൊത്തത്തിലുള്ള അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നിർണായക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. നല്ല രീതിയിൽ പേഷ്യൻസിനോട് അവരുടെ ഫിസിഷ്യൻസ് പെരുമാറുന്നു, നല്ല രീതിയിൽ നഴ്സസ് പെരുമാറുന്നു, നല്ല സർവീസുകൾ പരിചരണങ്ങൾ കൊടുക്കുന്നു, നല്ല എക്യുപ്മെന്റ്സുകൾ ഉപയോഗിച്ച് അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു, നല്ലൊരു ഹൗസ് കീപ്പിംഗ് ആളുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അവിടെയുണ്ട്, നല്ല രീതിയിലുള്ള ബില്ലിംഗ് കാര്യങ്ങൾ നമുക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബില്ലിംഗ് കാര്യങ്ങൾ കിട്ടുന്നു, നല്ല ഫുഡ് സർവീസ് ആണ് കിട്ടുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും എന്തിനെ നിർണ്ണയിക്കുന്നുണ്ട്? ഒരു മൊത്തത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷനെ നിർണ്ണയിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ മിസ് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.